എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ലക്ഷ്മിയമ്മ രേവതിയോട് പറയാം, അതെ അവന് ഫുഡ് കഴിച്ചു കഴിഞ്ഞില്ലേ, ഇനി അവനോട് പോകാൻ പറ, സമയം ഇത്ര ആയില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടൻ രേവതി പറഞ്ഞു, അതെങ്ങനെയമ്മ ഞാൻ പറയണേ, അമ്മ ഒരു കാര്യം ചെയ്യാം, അമ്മ തന്നെ ചെന്നങ്ങോട്ട് പറയാൻ പറയാണ്. ഇത് കേട്ടതും ലക്ഷ്മിയമ്മ പറഞ്ഞു, ഇടി ഞാൻ എങ്ങനെയാ പറയണേ, ഓഹോ അപ്പൊ അമ്മയ്ക്ക് പറയാൻ പറ്റില്ലല്ലേ, ഞാൻ തന്നെ ചെന്ന് പറയണല്ലേ, ഞാൻ പറയത്തൊന്നുമില്ല, സച്ചിയാണ് ഇവിടെ നിന്നെന്നോർത്തോണ്ട് ഒരു കുഴപ്പവും സംഭവിക്കില്ലെന്ന് പറയാം. അപ്പോഴാണ് സച്ചി അങ്ങോട്ട് വരുന്നത്. സച്ചി എന്നിട്ട് എന്താ രണ്ടുപേരും കൂടെ ഒരു സംസാരം ചോദിക്കേ, ഒന്നുമില്ലെന്ന് രേവതി പെട്ടെന്ന് പറയാ. അല്ല മോനെ നീ പോണില്ലേ, എന്റെ അച്ഛൻ വിളിച്ചില്ലേന്ന് ചോദിക്കും വീട്ടിൽ നിന്ന്. അച്ഛൻ വിളിച്ചായിരുന്നു, എന്നിട്ട് എന്ത് പറഞ്ഞു? അച്ഛൻ പറഞ്ഞു ചെല്ലുമ്പോ കുറച്ച് കറി കൊണ്ടുവരണമെന്ന് പറഞ്ഞു, രേവതിയുടെ മീൻകറിയല്ലേ അച്ഛന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാം. ആണോ, എന്നാ ശരി ഞാൻ പെട്ടെന്ന് ചൂടാക്കി തരാം, മോൻ കൊണ്ടോക്കോളാൻ പറയണേ. അത് വേണ്ട, ഞാൻ നാളെ രാവിലെ കൊണ്ടോക്കോളാന്ന് പറയാ. രാവിലെയാ? അത് പിന്നെ ഇന്ന് പോയിട്ട് ഇനി ഇപ്പം നാളെ രാവിലെ വന്ന് കറി എടുത്തോണ്ട് പോവാന്ന് പറഞ്ഞാല് അതിന് ഇന്ന് ആര് പോണു, ഇന്ന് ഞാൻ ഇവിടെ കിടക്കണേന്ന് പറയാം. ഇത് കേട്ട ലക്ഷ്മിയമ്മയുടെ മുഖം ബലൂന്റെ കാറ്റ് കുത്തിവിട്ടൊരവസ്ഥയായിപ്പോയി. അല്ല അല്ല മോനെ, അതിപ്പോ ചെന്നില്ലെങ്കിൽ അച്ഛൻ വഴക്ക് പറയില്ലേ? അങ്ങനെ കുഴപ്പമൊന്നുമില്ല, അത് ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. അല്ല അത് പിന്നെ ആടിമാസം അല്ലേ, അതുകൊണ്ട് ആടിയാണെങ്കിൽ എന്നാ അതിനൊരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ലെന്ന് പറയാണ്. രേവതി ഇങ്ങനെ രൂക്ഷമായിട്ടൊന്ന് നോക്കി ലക്ഷ്മിയമ്മനെ. ലക്ഷ്മിയമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഇത് കൂടുതൽ ഇനി എങ്ങനെയാ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നേ. അല്ല മോനെ ഇവിടെ കിടക്കാന്ന് വെച്ചാൽ ഭയങ്കര ചൂടാ മുറിക്കകത്ത്. ചൂടാണോ, അത് കുഴപ്പമൊന്നുമില്ല, ഒരു കാര്യം ചെയ്യാം, ചൂടാണെങ്കിലേ ആ ജനല് തുറന്നിട്ടാ മതിയല്ലോ എന്ന് പറയാം. ജനല് തുറന്നിടാൻ പറ്റില്ല, ഭയങ്കര കൊതുക് ശല്യ. ഈ സമയത്ത് ശരത്ത് പറഞ്ഞു, അതിന് കൊതുകുതിരി കത്തിച്ചാ പോരെ. എടാ കൊതുകുതിരിയൊക്കെ കത്തിക്കാന്ന് പറഞ്ഞാൽ ശരീരത്തിന് ദോഷമുള്ള കാര്യ. ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ടെറസിൽ പോയി കിടക്കാം രേവതി എന്ന് പറയാം. ഇത് കേട്ടൻ രേവതി ശരി, നീ ആ പായം തലവണങ്ങൾ എടുത്തോളാൻ പറയണം. അല്ല ടെറസിൽ പോയി കിടക്കാന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഞാനേ എന്റെ അച്ഛമ്മയുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോ ഇങ്ങനെയൊക്കെയാ, അവിടെയാണെങ്കിൽ നല്ല സുഖം, ആ കാറ്റൊക്കെ അടിച്ച് കിടക്കുമ്പോ നല്ല സുഖമായിട്ട് അങ്ങോട്ട് ഉറക്കം വരും, അവിടെ കിടന്ന് ഉറങ്ങാം എന്ന് പറയണം. പെട്ടെന്ന് രേവതി പറഞ്ഞു, ശരത്തെ നീ സച്ചേട്ടൻ്റെ കൂടെ ചെല്ല, ഞാൻ പായം തലവണ എടുത്തോണ്ട് വരാമെന്ന് പറയാം. അങ്ങനെ ബാ സച്ചേട്ടാന്ന് പറഞ്ഞ് സച്ചിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാ. ഈ സമയം ലക്ഷ്മിയമ്മ ചോദിച്ചു, നീ ഇത് എന്ത് ഭാവിച്ചാ രേവതിന്ന് ചോദിക്കാം. എന്താമേ? അതെ അവൻ ടെറസിലേക്ക് കിടക്കാൻ വന്നു, അതിന് നീ ഇതെങ്ങോട്ടാ പായം തലണേക്കേട്ടാ, ഞാൻ സച്ചേന്റെ കൂടെ പോവാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ ആ ചന്ദ്രമതി ചേച്ചിനെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കരുത്, നിനക്കറിയാലോ നിന്റെ അമ്മായിമ്മയുടെ സ്വഭാവം. എന്റെ അമ്മായിമ്മയൊന്നും ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. ഈ സമയം ദേവ് പറഞ്ഞു, പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ സച്ചേണ്ടുണ്ടെന്ന കാര്യം എന്നാ അവരെന്നാ ഗണിച്ചറിയുക, ഇവിടെ എന്ന് വെച്ചാൽ ക്യാമറ വെച്ചേക്കുമല്ലോ എന്ന് ചോദിക്കാം. ക്യാമറയൊന്നുമില്ല, നിനക്കറിയാത്തില്ലാഞ്ഞിട്ടാ, ഇനി അവരിനി വിളിച്ചിട്ട് എന്തൊക്കെ ചീത്ത പറയുമെന്ന് എനിക്കറിയില്ല എന്ന് പറയാം. ഈ സമയം രേവതി പറഞ്ഞു, ആ കാര്യം ഞാൻ മാനേജ് ചെയ്തോളാം, അമ്മ അതോർത്ത് വിഷമിക്കേണ്ടെന്ന് പറയാ. പിന്നീട് രേവതി നേരെ ടെറസിലേക്ക് അങ്ങോട്ട് പോവാ. അങ്ങനെ പോകുമ്പോഴാണ് ഗജാനന്ദനും ഗുണ്ടകളും താഴെ റോഡി വന്നേ. അവര് കണ്ട ആ കാഴ്ച ഗജാനന്ദൻ പറഞ്ഞു, അവള് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്, മുറിക്കകത്ത് മിക്കവാറും ചൂട് കാരണം കിടക്കാൻ പറ്റില്ലായിരിക്കും, എന്റെ കൂടെ അവള് വരുവായിരുന്നെങ്കിൽ അവൾക്ക് ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവുമായിരുന്നോ, എന്റെ കൂടെ വന്ന് സുഖമായിട്ട് അവൾക്ക് താമസിക്കായിരുന്നു, ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അപ്പം സച്ചിയുടെ കൂടെ പോയി, ഇപ്പൊ അനുഭവിക്കട്ടെ. ഈ സമയം ഗജാനന്ദന്റെ ഒരു കുണ്ട പറഞ്ഞു, അല്ല നമ്മൾ വൈകുന്നേരം പോകുന്നുണ്ട്, അവിടെ ചെന്നീമ്പം അവളുടെ രേവതിയുടെ അമ്മയും അനിയത്തിയും അതോടൊപ്പം തന്നെ ആ പയ്യനും കാണത്തില്ലെന്ന് ചോദിക്കാണ്. അവനൊരു കിളുന്ത പയ്യനല്ലേ, അവൻ എന്ത് ചെയ്യാനാ, അവൻ നമ്മളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയാം. പക്ഷെ എന്നാലും ഇല്ല, ഒരു കാര്യം ചെയ്യാം, അവള് ടെറസാലാന്ന് തോന്നുന്നു കിടക്കുന്നത്, അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ കുറെ കൂടെ എളുപ്പമായി. അതെ എല്ലാരും കിടന്ന് ഉറങ്ങട്ടെ, ഉറങ്ങണ സമയമാകുമ്പോൾ നമുക്ക് വന്നാൽ മതി എന്ന് പറയാം. ശരിയാ, അതാകുമ്പോ പിന്നെ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഗജാനന്ദനും കുണ്ടോളം അങ്ങോട്ട് പോവാണ്. ഈ സമയം മുകളിലേക്ക് വന്നു കഴിഞ്ഞിട്ട് രേവതി വെച്ചു, ഇതെന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കണേന്നൊക്കെ. ഒന്നുമില്ല, കുറെ നക്ഷത്രങ്ങളൊക്കെ ഉണ്ടല്ലേന്ന് ചോദിക്കണം. അതെ നല്ല നിലാവുണ്ട്, നല്ല നക്ഷത്രങ്ങളും ഉണ്ടെന്ന് പറയാം. എന്ത് ഭംഗിയാന്നറിയാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാണെന്ന് പറയാം. പിന്നീട് ശരത്ത് പറഞ്ഞു, ഞാൻ താഴേക്ക് ഇറങ്ങി പോവാന്ന് പറഞ്ഞ് ശരത്ത് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഈ സമയം രേവതി ചോദിച്ചു, അല്ല ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങിയാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട സച്ചു പറഞ്ഞു, ഇല്ല എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ലെന്ന് പറയണം. അതെന്താ ഉറങ്ങാത്തെ? അത് പിന്നെ നീ ഇല്ലാത്തോണ്ട്. ഓഹോ അപ്പൊ ഞാനില്ലെങ്കിൽ ഉറക്കം വരത്തില്ലല്ലേന്ന് ചോദിക്കണം. അത് പിന്നെ എന്നും ഈ അടി കൂടിയിരുന്നിട്ടെ, നീ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ അടി ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ, അതുകൊണ്ടാന്ന് പറയാം. ഓഹോ അപ്പൊ അടി ഉണ്ടാക്കാനായിട്ടല്ലേ, അപ്പൊ അതുകൊണ്ടാണ്, അല്ലാതെ എന്നോട് ഇഷ്ടം കൊണ്ടല്ല അല്ലേന്ന് ചോദിക്കണം. നീ കിടന്നുറങ്ങിയോ? ഞാൻ നല്ല സുന്ദരമായിട്ട് കിടന്നുറങ്ങിയെന്ന് രേവതി പറയാ. അങ്ങനെയല്ല പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സച്ചി കളിയാക്കുമല്ലോ. ഈ സമയത്ത് രേവതി ചോദിച്ചു, അല്ല ഇനിയിപ്പോ ഇവിടെ വന്നെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഇനി എന്തേലും വഴക്കെന്തേലും പറയുമെന്ന് ചോദിക്കാം. അമ്മ എന്ത് പറയാനായിട്ട്, ഒന്നും പറയാനൊന്നും വഴിയില്ല, പറയാൻ പറ്റില്ല, അമ്മയുടെ സ്വഭാവമല്ലേ, ചിലപ്പോ എന്തേലും പറഞ്ഞിരിക്കും, പോരാത്തിന് ആടിമാസം കൂടെ അല്ലേ, അതുകൊണ്ട് എന്താ നീ അതിന് സങ്കടപ്പെടുകയൊന്നും വേണ്ട, അമ്മ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം, ആ കാര്യത്തിൽ നിനക്ക് ഒരു വിഷമം വേണ്ടെന്ന് പറയാം.
പിന്നീട് അവർ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ലക്ഷ്മിയമ്മ താഴേന്ന് വിളിച്ചു. രേവതി, നീ അവിടെ എന്തെടുക്കുക? ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയണം. ദേ അമ്മ വിളിക്കുന്നുണ്ട് താഴേന്ന്, ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെല്ലട്ടെ എന്ന് പറയാം. ഈ സമയം സച്ചിയോട് അതിനെന്താ പൊയ്ക്കോളാൻ പറയാ. അതെ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുക. അതിന് പൊക്കോ. 2-3 വട്ടം രേവതി അങ്ങനെ പറഞ്ഞു. സച്ചി പൊയ്ക്കോളാൻ പറഞ്ഞിരിക്കുക. ഇതേ എനിക്ക് നല്ല ദേഷ്യം വരുന്ന നമ്മൾ രേവതി അങ്ങോട്ട് ഇറങ്ങിപ്പോവാ. ഇവൾക്ക് ഇത് എന്ത് പറ്റി ഇവിടെ ചാടിത്തുള്ളി പോന്നേ? രേവതിയാണെ ചില കാര്യം പ്രതീക്ഷിച്ചിരുന്നു. കെട്ടിപ്പിടിച്ചൊരു ഉമ്മയെങ്കിലും തരുമെന്ന് പ്രതീക്ഷിച്ചാണ് നിന്നത്. പക്ഷെ സച്ചിയുടെ ഭാഗത്തുനിന്ന് അതൊന്നും ഉണ്ടായില്ല. സച്ചി വേറെ ലോകത്തായിരുന്നു. സച്ചിയുടെ മനസ്സിൽ ഗജാനന്ദന്റെ ഗുണ്ടകള് അവരെ കുറിച്ചുള്ള ചിന്തകളൊക്കെ ആയിരുന്നു സച്ചിയുടെ മനസ്സിലപ്പം. പിന്നീട് രേവതി പറഞ്ഞു, അതെ കഥയൊക്കെ അടച്ചിട്ട് നന്നായിട്ട് കിടന്നാൽ മതി എന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞ് രേവതി അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അങ്ങനെ താഴേക്ക് വന്നപ്പോൾ ലക്ഷ്മി വെച്ചു, നീ അവിടെ എന്തെടുക്കുവായിരുന്നു ചോദിക്കുക. അത് പിന്നെ ഞങ്ങൾ വർത്താനം പറഞ്ഞോണ്ടിരിക്കുക. അതെ രാത്രി നിനക്ക് കണ്ണ് കാണത്തില്ലേ, വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയണം. അതെ ഞാൻ ഉറങ്ങിക്കോളാം, അമ്മ കിടന്ന് ഉറങ്ങിക്കോ, അമ്മയ്ക്ക് ഉറക്കം വരുവാണെങ്കിൽ എന്ന് പറയണം. ദേവ് പറഞ്ഞു, അമ്മയ്ക്കാണെങ്കിൽ എന്താണെന്നറിയത്തില്ല, ഭയങ്കര ടെൻഷനാണ് എൻ്റെ രേവതി ചേച്ചി എന്ന് പറയണം. ഈ സമയത്ത് ചന്ദ്രമതി ആകെപ്പാ ടെൻഷനാ. സച്ചി ഇന്ന് അവിടെ കിടക്കണേ, എങ്ങനെയാ അവനെ എങ്ങനെയും ഇങ്ങോട്ട് വരുത്തിയാൽ മതിയാവുള്ളൂ. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. പെട്ടെന്ന് ചന്ദ്രമതി ഓർത്തു, ഫോൺ വിളിച്ച് നോക്കാം. അങ്ങനെ ലക്ഷ്മിയമ്മയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. വിളിച്ചിട്ട് ചോദിച്ചു, അല്ല സച്ചി എന്തെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ലക്ഷ്മിയമ്മയിലൊരു ഞെട്ടലുണ്ടായി. അല്ല അത് പിന്നെ സച്ചി ഇവിടെ ഉണ്ടെന്ന് പറയാം. നിനക്കെന്താ ഒരു ബോധമില്ലേ? ആടിമാസമായിട്ടില്ല ഞാൻ അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടെ. രണ്ടുപേരും മാറി മാറി താമസിക്കണമെന്ന് പറഞ്ഞിട്ട് സച്ചിനെ വിളിച്ച് നിങ്ങൾ അകത്ത് കയറ്റി വെച്ചിരിക്കുക അല്ലേന്ന് ചോദിക്കുക. ലക്ഷ്മിയമ്മ പറഞ്ഞു, അല്ലാതെ പിന്നെ സച്ചി ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എന്താ പറഞ്ഞു വിടണായിരുന്നു, അത് നിനക്ക് അറിയില്ലായിരുന്നു ചോദിക്കുക. നിനക്കെന്നെ ഒട്ടും ബോധമില്ല എന്നൊക്കെ ലക്ഷ്മിയമ്മയോട് ചോദിക്കുക. ലക്ഷ്മിയമ്മയ്ക്ക് ഭയങ്കര വിഷമായി. അല്ല സച്ചി എന്തിയെ? അവനെ ഫോൺ കൊടുക്കാൻ പറയണം. പെട്ടെന്ന് രേവതി ഉറങ്ങിയെന്ന് പറയാണ്. അതെ സച്ചി കിടന്നുറങ്ങി. ആഹാ ഇത് ഞാൻ വിശ്വസിക്കണം അല്ലേ? അവൻ ഇത്ര നേരത്തെ കിടന്നുറങ്ങിയത്. എൻ്റെ അടുത്ത് കള്ളത്തരം കാണിക്കാൻ പറ്റില്ല. എനിക്കറിയാം നിങ്ങൾ മനഃപൂർവ്വം അവനെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയതല്ലേ. നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ചന്ദ്രമതിയുടെ അടുത്ത് അതൊന്നും നടക്കില്ല എന്ന് പറയാം. പെട്ടെന്ന് ലക്ഷ്മിയമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല. രേവതി ആ ഫോണും കൂടെ പിടിച്ചു വാങ്ങി. പിന്നീട് അമ്മേ സച്ചിയാണ് ഇവിടെ കിടന്ന് ഉറങ്ങി കേട്ടോ, നാളെ രാവിലെ അങ്ങോട്ട് വന്നേക്കുമെന്ന് പറയണം. ഓഹോ അപ്പൊ ആടിമാസമായിട്ട് നീ അവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയല്ലേന്ന് ചോദിക്കുക. അതിനെന്താ കുഴപ്പമേ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് ഞാനും അമ്മ അനിയത്തിയൊക്കെ ഞങ്ങൾ താഴെ കിടക്കുന്നത്. സച്ചേട്ടൻ അങ്ങോട്ട് ടെറസിലേക്കും കിടക്കാൻ പോയിട്ടുണ്ട്. അതോർത്ത് അമ്മയ്ക്ക് പേടി വേണ്ട. ആടിമാസമാണെന്നുള്ള ബോധമൊക്കെ ഞങ്ങൾക്കുണ്ടെന്ന് പറയാം. അതെ ഇനി അമ്മ കിടന്ന് ഉറക്കം കളിക്കണ്ട, അമ്മ കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞിട്ട് രേവതി അങ്ങോട്ട് ഫോൺ കട്ട് ചെയ്യുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ദേവ് ഭയങ്കരമായിട്ട് ചിരിക്കുക. ലക്ഷ്മി അമ്മച്ചി നീ എന്തിനായിട്ട് ചിരിക്കുന്നത്? അല്ല രേവതി ചേച്ചിയുടെ ഡയലോഗൊക്കെ കേട്ടിട്ട് ഞാൻ ചിരിച്ചാന്ന് പറയാം. പിന്നീട് ലക്ഷ്മി പറഞ്ഞു, വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്, ഉറക്കമില്ലാതെ കുത്തിപ്പിടിച്ചിരിക്കുന്നു എന്ന് പറയാണ്. പിന്നീട് കിടന്നു കഴിഞ്ഞപ്പം ദേവ് ഓരോ കാര്യങ്ങളൊക്കെ രേവതിയോട് പറയണം. അങ്ങനെ രണ്ടുപേരും പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മി വെച്ചു, അല്ല നിനക്ക് ഉറക്കമൊന്നും ഇല്ലേന്ന് ചോദിക്കുക. അമ്മ ഞങ്ങൾ ഉറങ്ങിക്കോളാം, അമ്മ കിടന്ന് ഉറങ്ങിക്കോളാം പറയാ. ഈ സമയത്ത് ദേവ് പറഞ്ഞു, എന്നാലും സച്ചേണ്ട ഒരു കാര്യേ, ആടിമാസത്തിൽ ഇങ്ങോട്ട് വന്നെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം രേവതി ചേച്ചിയുടെ അമ്മായിയും ഇനി അവിടെ വീടെടുത്ത് തിരിച്ചു വെക്കുമായിരിക്കും എന്ന് പറയാം. പിന്നെ സച്ചേന്റെ അടുത്തൊന്നും വിലപാവില്ല. സച്ചേന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചേൻ തക്കതായ മറുപടി കൊടുക്കുമെന്ന് പറയാം. എന്താണെങ്കിലും കൊള്ളാം, ചേച്ചിക്ക് കിട്ടേണ്ട ആളെ തന്നെ കിട്ടിയിരിക്കുന്നു പറയണം. അപ്പൊ ലക്ഷ്മിയമ്മ വെച്ചു, നിങ്ങളോടല്ലേ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞേ, ഓരോന്നും പറഞ്ഞ് വീണ്ടും വേണ്ടി ഇരിക്കുക എന്ന് പറഞ്ഞ് ലക്ഷ്മിയമ്മ ചീത്ത പറയാണ്. ഈ സമയത്ത് ഗജാനന്ദനും ഗുണ്ടകളും അങ്ങോട്ട് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ടെറസയിലെ സച്ചി കിടന്ന് ഉറങ്ങുന്നുണ്ട്. മതിലയാടി കിടന്ന അവന്മാരും കൂടെ കയറി വരുന്നേ. ആഹാ നല്ല ഉറക്കം അവള്. ഇത് തന്നെ പറ്റിയ അവസരം, കുറെ കാലമായി എന്നെ ഇട്ട് പറ്റിക്കുന്നേ. ഈ ഒരു അവസരത്തിന് വേണ്ടിയായിരുന്നില്ലേ ഞാൻ കാത്തിരുന്നേ. ഇന്നത്തോടു കൊണ്ട് നിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. അന്ന് മര്യാദയ്ക്ക് എന്നെ വിളിച്ചല്ലായിരുന്നു, അപ്പൊ നീ എന്താ പറഞ്ഞ? എന്നെ പുച്ഛമല്ലായിരുന്നു നിനക്ക്, ഇന്ന് ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പൊ ആരൊക്കെ എന്തൊക്കെ വന്ന് പറഞ്ഞാലും നിന്നെ ഞാനങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ലടി എന്നും പറഞ്ഞുകൊണ്ട് ഗജാനന്ദൻ നേരെ രേവതി എന്ന് കരുതിയിട്ട് ആ പുതപ്പം കൂടെ മാറ്റുവാണ്. ഈ സമയത്ത് ആ കാഴ്ച കണ്ട് ഗജാനന്ദൻ ഞെട്ടുവാണ്. സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാഴ്ച ആയിരുന്നില്ലത്. കാരണം രേവതിയുടെ സ്ഥാനത്ത് സച്ചി. ഇപ്പം പോയെന്നല്ലേ പറഞ്ഞത്. പെട്ടെന്ന് സച്ചി പറഞ്ഞു, അതെ എന്താടാ നോക്കി നിൽക്കുന്നത്, മനസ്സിലായില്ലേ? രേവതി അന്ന് പ്രതീക്ഷ വന്നതല്ലേ, ഞാനും നിന്നെ പ്രതീക്ഷ എവിടെ വന്ന് കിടന്നേ. എനിക്കറിയായിരുന്നു നീ വരുമെന്ന്, നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഗജാനന്ദൻ ഗുണ്ടകൾ ഒരു നിമിഷം പതറി നിൽക്കുകയാണ്. അവന്മാർക്ക് മനസ്സിലായി പെട്ടെന്നുള്ള കാര്യം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് രാവിലെ വരാട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.